ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. എള്ളു ജ്യൂസ്. ഇവിടെ കർണാടകയിലൊക്കെ എള്ളു ജ്യൂസ് എന്ന് പറയും. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ 3 മാസത്തിൽ നമ്മൾ മാംഗ്ലൂർ, ഉടുപ്പി സൈഡിലൊക്കെ എവിടെ പോയാലും ഈ മണ്ണിൻ്റെ കാലത്തിൽ ഇതുപോലെ എള്ളു ജ്യൂസ് റെഡിയാക്കി വെച്ചിട്ട് റോഡരികിലൊക്കെ വിൽക്കുന്നുണ്ടാവും. എല്ലാവരും മേടിച്ച് കുടിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ശരീരത്തിന് നല്ല തണുപ്പും അതേപോലെ തന്നെ ആരോഗ്യത്തിനും നല്ലതാണ് ഈ ജ്യൂസ്. ആദ്യം തന്നെ നമുക്ക് വേണ്ടിയത് കുറച്ച് വെളുത്ത കളറിൻ്റെ എള്ളാണ്. അപ്പം ഞാനിതുപോലെ കുറച്ച് വെളുത്ത കളറിൻ്റെ എള്ള് എടുത്തിട്ടുണ്ട്. നമുക്കൊരു 4 ഗ്ലാസ് ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 3 സ്പൂണ് വെളുത്ത എള്ള് വേണം. അപ്പം ഞാനിപ്പം ഒരു പാത്രത്തിലേക്ക് 3 സ്പൂണ് വെളുത്ത കളറിൻ്റെ എള്ള് എടുക്കുന്നുണ്ട്. ഇത് നല്ല അടിപൊളിയായ ടേസ്റ്റുമാണ്, ഹെൽത്തിന് നല്ലതുമാണ്. ഇവിടെ കർണാടക, ഉടുപ്പി, മാംഗ്ലൂർ സൈഡിലൊക്കെ പെൺപിള്ളേർ പീരിയഡ്സ് ആയ സമയത്തൊക്കെ ഇതുപോലെ എള്ള് ജ്യൂസ് ആക്കി കൊടുക്കും. എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ആരോഗ്യത്തിനും അതുപോലെ ബ്ലീഡിംഗ് ഒക്കെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടും. അപ്പം നമ്മൾ എള്ളൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മി കഴുകിയിട്ട് ഇതുപോലെ ഒരു സ്റ്റെയിനർ വെച്ച് നമ്മളതിനെ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. നമുക്കല്ലാതെ നമുക്ക് പോയി അല്ലെങ്കിൽ എള്ളൊക്കെ അങ്ങ് നമുക്ക് വേസ്റ്റ് ആകും. ഒരു സ്റ്റെയിനറിലേക്ക് ഇങ്ങനെ ഒഴിച്ച് ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൈ കൊണ്ടൊന്ന് തിരുമ്മി നമ്മൾ കഴുകിയെടുക്കണം. അതിലുള്ള പൊടിയും കല്ലും എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അതൊന്ന് പോകാനായിട്ട്. ഇനി ഒരു സൈഡിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ജ്യൂസിന് വേണ്ടിയ സാധനം ശർക്കര. ഞാനിപ്പോൾ വെളുത്ത കളറിൻ്റെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇച്ചിരി വെളുത്ത കളറിൻ്റെ ശർക്കര എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജ്യൂസ് നല്ല വെളുത്ത കളറായിരിക്കും. ഇല്ല, നമുക്ക് ഏത് കളറിൻ്റെ ശർക്കര ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ വേണ്ടിയത് 2 ചെറിയ ഏലക്ക, വലുതാണെങ്കിൽ 1 ഏലക്ക മതി. ഇപ്പം ഞാൻ 2 ചെറിയ ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് തേങ്ങ കൂട്ടി അരയ്ക്കാം, ഇല്ലെങ്കിൽ തേങ്ങ പാലെടുത്താലും മതി കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ ജാറിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ആ എള്ള് ആദ്യമേ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇവിടെയൊക്കെ സാധാരണ എള്ളും ശർക്കരയും പിന്നെ ഏലക്കായും തന്നെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാലാണ് അതിലേക്ക് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് എള്ളും നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങായും പിന്നെ ശർക്കരയും ഏലക്കയും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഫൈനായിട്ട് അരയ്ക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ചേർക്കാം, ഇല്ലെങ്കിൽ പശുമ്പാൽ ചേർത്താലും മതി, രണ്ടും നല്ലതാണ്. പക്ഷേ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് നമ്മൾ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ഇത് അരയ്ക്കുമ്പോൾ തേങ്ങ കൂട്ടി അരയ്ക്കുന്നതും ആണ്. ഇനി നമുക്ക് ഏലക്ക കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാം. ആ എള്ളൊക്കെ നന്നായിട്ട് അരയണേ. ഇത് കണ്ടോ, ഇപ്പോൾ ഇതുപോലെ ഞാൻ നല്ല ഫൈനായിട്ട് ഇത് അരച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നാലാണ് നമുക്ക് നന്നായിട്ട് അതൊന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഒരു അരിപ്പയ്ക്കകത്തിട്ട് അരിച്ചാലും മതി, ഇല്ലെങ്കിൽ ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു തുണിക്കകത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ച് അരിച്ചെടുത്താലും മതി. അപ്പം നമുക്ക് ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല പ്യൂർ ജ്യൂസായിട്ട് തന്നെ കിട്ടും. ഞാനിപ്പോൾ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുവാണേ. എന്നിട്ട് നമ്മൾ സ്പൂണ് കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ കൂട്ടിയാണല്ലോ അരച്ചത്, അത് കാരണം ഇതുപോലെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇപ്പോൾ എള്ളും ശർക്കരയും ഏലക്കയും മാത്രമായിട്ട് അരച്ചെടുക്കുവാണെങ്കിൽ ഇതുപോലെ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചിട്ട് അതിലേക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുവിൻ്റെ പാലോ ചേർത്ത് മിക്സ് ചെയ്താൽ മതി. നിങ്ങൾ ഇതുപോലെ തേങ്ങയും കൂടെ കൂട്ടി അരയ്ക്കുവാണെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ തുണിക്കകത്ത് വെച്ച് അരിച്ചെടുത്താലും മതി. എന്നിട്ട് ഇതിനെ ഒന്നുകൂടെ ഒന്ന് നമുക്ക് മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ രണ്ടാമത് ഒന്നുകൂടെ ഒന്ന് അരച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു 3 സ്പൂൺ എള്ളിന് നമ്മൾ 4 ഗ്ലാസ് ജ്യൂസേ റെഡിയാക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ടേസ്റ്റ് നല്ല ഉണ്ടാകത്തില്ല. അപ്പം ഒരു 4 ഗ്ലാസ് വെള്ളം പാകത്തിന് വരുന്ന പോലെ നമ്മൾ വെള്ളം ചേർത്ത് ഇതുപോലെ ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് നമ്മളിനി ഇപ്പോൾ ആൾമോസ്റ്റ് 4 ഗ്ലാസ് വെള്ളം ആയിട്ടുണ്ട്. വെള്ളം കൂടിപ്പോയാൽ ടേസ്റ്റ് അത്ര നല്ലതുണ്ടാകത്തില്ല. ഇപ്പം നമ്മുടെ എള്ള് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ കുടിക്കണം. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഇതിന് കേട്ടോ. ഇങ്ങനെ തന്നെ കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ തണുപ്പ് കുടിക്കാൻ പറ്റാത്തവർക്ക് ഇതിങ്ങനെ തന്നെ കുടിക്കാം. എന്നാലും നമ്മളൊരു ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുത്ത് കുടിക്കുമ്പോഴാണ് ഒരു അടിപൊളി ടേസ്റ്റ്. ഇപ്പം ഞാനിത്
ഫ്രിഡ്ജിൽ വെക്കാൻ പോവാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അപ്പം തന്നെ ജ്യൂസ് റെഡിയാക്കി അപ്പം തന്നെ നമുക്കിതൊന്ന് സെർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ജ്യൂസ് ഒഴിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമ്മളൊന്ന് നോക്കണം. അതിൻ്റെ പാകത്തിനുള്ള മധുരമൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ഐസ് ചേർക്കാം. അപ്പോൾ ഐസിൻ്റെ വെള്ളം കൂടെ കുറച്ച് അതിലേക്ക് കൂടി പോകുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എള്ളു ജ്യൂസ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും